കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം കേൾപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം പഠിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം പഠിക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ അത് ബലവും അനുഗ്രഹവും ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നല്ലോ. ഞാൻ പ്രാരംഭത്തിലൊക്കെ ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അതിപ്രധാനമായ ഒരു ഘടകമാണ് നർച്ചറിങ്. ഓരോ വിശ്വാസിയെയും നർച്ചർ ചെയ്ത് ക്രിസ്തു എന്ന തലയോളം വളർത്തുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ചർച്ചിനെ പറ്റി ഒരു ഭാഗം ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ട്രൂ ചർച്ച്, ഒരു യഥാർത്ഥ ചർച്ചില് 3 മിനിസ്ട്രി ഉണ്ടായിരിക്കണം. ഒന്ന് മിനിസ്ട്രി ടു ഗാഡ്, ദൈവത്തോടുള്ള ശുശ്രൂഷ. ദൈവത്തോടുള്ള ശുശ്രൂഷ അതിപ്രധാനമായും ഇറ്റ്സ് വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ നമ്മൾ യാഗമർപ്പിക്കുക, ദൈവസന്നിധിയിൽ സന്തോഷിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇറ്റ്സ് മിനിസ്ട്രി ടു ഗാഡ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് മിനിസ്ട്രി ടു ബിലീവേഴ്സ്, അല്ലെങ്കിൽ മിനിസ്ട്രി ടു ദ മെമ്പേഴ്സ്. അവിടെ ഉള്ള മെമ്പേഴ്സിന്, അല്ലെങ്കിൽ ആ കോൺഗ്രിഗേഷനിലുള്ള മെമ്പേഴ്സിനോടുള്ള ശുശ്രൂഷ, ദാറ്റ് ഈസ് നർച്ചറിങ്. അതായത് ആ വിശ്വാസികളെ ആത്മാർത്ഥമായി ക്രിസ്തുവിൽ വളരാനായിട്ട് അവരെ പഠിപ്പിച്ച്, അവരെ വളർത്തി, തിരുവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി, കറക്റ്റ് ചെയ്ത്, ശാസിച്ച്, ശിക്ഷിച്ചൊക്കെ വളർത്തുന്ന അനുഭവം. മൂന്നാമത്തത് ശുശ്രൂഷ എന്ന് പറയുന്നത് മിനിസ്ട്രി ടു ദ വേൾഡ്, ലോകത്തോടുള്ള ശുശ്രൂഷ. That is evangelism and the mercy or the charity works. സുവിശേഷീകരണവും ചാരിറ്റി വർക്ക്. ഒരു യഥാർത്ഥ ചർച്ചിന് ഈ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോൺഗ്രിഗേഷൻ വാസ്തവമായ കോൺഗ്രിഗേഷൻ ആണോ, ദൈവികമായതാണോ, ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കോൺഗ്രിഗേഷൻ ആണോ എന്നറിയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്നാണ്. ഫസ്റ്റ്, വർഷിപ്പ്, ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ടീച്ചിങ്, ബൈബിൾ പഠനം നിരന്തരമായി ഉണ്ടായിരിക്കണം. കാരണം ത്രൂ ദാറ്റ് യു നർച്ചർ ദ മെമ്പേഴ്സ് ഓർ മേക്കിംഗ് ദം ഓർ ബ്രിങ്ങിംഗ് ദം ടു ദ മെച്യൂരിറ്റി, പക്വതയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. 3, സുവിശേഷീകരണവും ചാരിറ്റി വർക്ക്സും ഒരുപോലെ പോകുന്ന അനുഭവം സഭയ്ക്കകത്തുണ്ടായിരിക്കണം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ് മെയിൻലി സെക്കൻഡ് പർപ്പസ് ആണ് നടക്കുന്നത്. അതായത് നർച്ചറിങ് ദ പീപ്പിൾ, മേക്കിംഗ് ഓർ ബ്രിങ്ങിങ് ക്രിസ്ത്യൻസ് ടു ദ മെച്യൂരിറ്റി. ക്രിസ്ത്യാനികളെ മെച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ് ഈ ബൈബിൾ ക്ലാസ്സിൽ നടക്കുന്നത്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ കർത്താവിൽ ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന ആഗ്രഹമാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ പുറകിലുള്ളത്. അതിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു, സ്വാഗതം അറിയിക്കുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ ആദ്യമായി ആരെങ്കിലും പങ്കെടുക്കുന്നെങ്കിൽ ആ പ്രിയപ്പെട്ടവരെ പ്രത്യേക സ്നേഹവന്ദനം അറിയിച്ച് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് സന്ധ്യാസമയം നമ്മുടെ മധ്യേ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.പി. കുര്യൻ അവറുകൾ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. കർത്താവിൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തരട്ടെ. തിരുവല്ല അടുത്ത ആമ്പല്ലൂർ ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകനായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഭാഗത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് കടന്നു വരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. നമ്മളിവിടെ പഠിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അസ്തിത്വം. ദൈവത്തിന്റെ അസ്തിത്വം, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാനുള്ള ആശയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഒരുപാട് ആഴമേറിയ കാര്യങ്ങൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത ആർഗ്യുമെന്റിന്റെ ഒന്നും കാര്യം ഇല്ല ദൈവമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു പ്രൂഫ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പഠിപ്പാനിടയായി തീർന്നു. അതില് ഹ്യൂമാനിറ്റീസ് ഇന്നർ സെൻസ് ഓഫ് ഗാഡ്, മനുഷ്യവർഗത്തിന്റെ ഉള്ളിലുള്ള ദൈവം എന്ന ആ ഫീലിംഗ്, ആ സെൻസ്, അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായി പഠിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. നമ്മളവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ദൈവമുണ്ട് എന്ന ചിന്തയുണ്ട്, ദൈവം എന്ന സെൻസ് ഉണ്ട്. അത് ബൈബിൾ വായിച്ചാലും ഇല്ലെങ്കിലും
ഇറ്റ്സ് റിട്ടൺ ഓൺ ഹിസ് കോൺഷ്യൻസ്. അവന്റെ മനസാക്ഷിയിൽ എന്തെഴുതിയിരിക്കുന്നു? ദൈവം ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്ന് പുറമെ പറയാൻ ശ്രമിച്ചാലും, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ നിരീശ്വരവാദിയുടെ അനുഭവം പോലെ തട്ടി മുകളിൽ പോയി, ബുള്ളറ്റ് തട്ടി മുകളിൽ പോയി താഴേക്ക് വരുമ്പോൾ അവൻ അറിയാതെ വിളിച്ച പദമാണെന്ത്? ദൈവമേ എന്ന പദം. അതുകൊണ്ട് എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നാൽ വ്യത്യാസമുണ്ട്. ലോകത്തിലെ സകല മനുഷ്യരും ആദ്യം ദൈവത്തെ അറിയുന്നത് ആസ് എ ഹെവൻലി ഫാദർ, ഒരു സ്വർഗീയ പിതാവ് ഉണ്ട് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ ആ അറിവിൽ നിന്നും വ്യത്യസ്തമായി ദൈവമക്കൾക്ക് ചില സ്റ്റെപ്പുകളിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. രണ്ടാമത് അവർക്കൊരു അറിവുണ്ടാകുന്നത് സ്വർഗീയ പിതാവ് എന്ന ഒരു പിതാവ് ദൈവമുണ്ടെന്നുള്ള അറിവ് മാത്രമല്ല, ഞങ്ങൾ അവന്റെ മക്കളാണെന്നുള്ള അറിവിലേക്ക് അവർ കടന്നു വരുന്നു. ഞങ്ങൾ അവന്റെ മക്കൾ ആണെന്ന അറിവിലേക്ക് അവർ കടന്നു വരുമ്പോൾ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് അല്പം കൂടെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ അറിവ് ഇതാണ്: ക്രിസ്തു അല്ലെങ്കിൽ ഈ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനാലുള്ള അറിവ്. ഈ അറിവാണ് രക്ഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ അനുഭവം. ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവമുണ്ട്, ദൈവം ഒരു സ്വർഗീയ പിതാവാണെന്ന് അറിയപ്പെടുന്നു. എന്നാൽ രണ്ടാമത് ദൈവമുണ്ട് എന്ന അറിവല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന അറിവിലേക്ക് കടന്നു വരുന്നു. മൂന്നാമത്തെ അറിവ് കുറച്ചുകൂടെ കടുത്തതാണ്, കുറച്ചുകൂടെ ആഴമേറിയതാണ്. അത് ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള അറിവ് മാത്രമല്ല, ഈ ദൈവം എന്നിൽ, എന്റെ അകത്ത് വസിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞു, ദൈവം വസിക്കുന്നത് ഒരുപക്ഷെങ്കിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഉപ്പിൽ അതിന്റെ ടേസ്റ്റ് വസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയിൽ അതിന്റെ ടേസ്റ്റ് വസിക്കുന്നത് പോലെ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട പ്രയോജനം? അത് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഉപ്പ് എന്ന പദത്തിനകത്ത് കാരം, ടേസ്റ്റ് കൊടുക്കുന്ന എന്തോ ഒന്ന് വസിക്കുന്നു. അതുകൊണ്ടാണ് ഉപ്പിനെ ഉപ്പെന്ന് നമ്മൾ വിളിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ക്രിസ്തു വസിക്കുന്നു. അത് ഈ അക്ഷരീയമായ കണ്ണുകൾ കൊണ്ട് ഒരുപക്ഷെ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ഈ വ്യക്തി പുറപ്പെടുവിക്കുന്ന ടേസ്റ്റിൽ നിന്നറിയാം there is a God within him. അവന്റെ അകത്ത് ഈ സ്വഭാവമുള്ള ഒരു ദൈവം വസിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആ പ്രവൃത്തി, സ്നേഹത്തിലുള്ള പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രൈസ്റ്റ് lives in him. ക്രിസ്തു അവനിൽ വസിക്കുന്നു എന്ന്. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വളരെ വ്യക്തമായ ആഹ്വാനത്തിലേക്ക് വന്നു. ദൈവമുണ്ട് എന്നുള്ള അറിവ് മാത്രമല്ല നമുക്ക് വേണ്ടത്, ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ് ഞാനെന്ന അറിവ് കൂടെ മാത്രം പോരാ, ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന നിശ്ചയം നമ്മുടെ അകത്തുണ്ടാകണം. ആ സ്റ്റെപ്പ് വരെ നാം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത് ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ബിലീവിംഗ് ദി എവിഡൻസ് ഇൻ സ്ക്രിപ്ചർ ആൻഡ് ദ നേച്ചർ. തിരുവഴുത്തിലും പ്രകൃതിയിലുമുള്ള തെളിവുകളെ നമ്മൾ വിശ്വസിക്കുന്നതാണ്. തിരുവഴുത്തിലും പ്രകൃതിയിലുമുള്ള തെളിവുകളെ ലൂടെ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. തിരുവഴുത്ത് ഇനിയും ശ്രദ്ധിച്ചെന്റെ കൂടെ വരിക. വേദപുസ്തകം ഒരിക്കലും ഒരു ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം വേദപുസ്തകത്തിൽ ഒരിടത്തും ദൈവമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ആർഗ്യുമെന്റ്സ് നടത്തുന്നില്ല. അത് തന്നെ ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം ഇല്ലാത്ത ഒരാൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ മതി എന്ത്? ആർഗ്യുമെന്റ്സ്. ഒരുപാട് ആർഗ്യുമെന്റ്സ് അതിനുവേണ്ടി മതി. അപ്പോൾ വിശുദ്ധ തിരുവചനം എഴുതുമ്പോൾ ദൈവമുണ്ട്, ദൈവം ഈ നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ഇന്നിന്ന ആർഗ്യുമെന്റ്സ് വെച്ച്, ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഇന്നിന്ന ആർഗ്യുമെന്റ്സ് വെച്ചുകൊണ്ട് ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ വേദപുസ്തകം ശ്രമിക്കുന്നില്ല. വേദപുസ്തകത്തിൽ എന്താണെന്നറിയാമോ? ഉള്ളയാളിന്റെ പ്രവർത്തികളാണ് എഴുതിയിരിക്കുന്നത്. ഉള്ളയാളിന്റെ പ്രവർത്തികൾ എഴുതിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, പ്രവർത്തികൾ, ഇന്ന ആള് ചെയ്ത പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ പ്രവർത്തിക്ക് പുറകിൽ ഒരാള് ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം ഈ വാച്ച് എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഈ വാച്ച് ഇതിന്റെ പുറകിൽ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വാച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നിടത്തോളം കാലം ഇതിന്റെ പിറകിൽ ഇത് ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിച്ച ഒരു കമ്പനി ഉണ്ട്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇന്ന കമ്പനി ഉണ്ട്, ആ കമ്പനിയാണ് ഈ വാച്ച് ഉണ്ടാക്കിയത്
എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമം വെറുതെ സമയം കളയാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് ഒരു കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ലെറ്റർ എന്റെ കയ്യിൽ കിട്ടിയാൽ, ഒരു കത്ത് എന്റെ കയ്യിൽ ലഭിച്ചാൽ, ആ കത്ത് എന്റെ കയ്യിൽ ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ കത്തിന്റെ പുറകിലുള്ള ആള് ഇങ്ങനെ ഒരാൾ ആരെങ്കിലും എഴുതിയതാണോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഞാൻ ശ്രമിക്കേണ്ട. കാരണം എന്റെ കയ്യിൽ ഒരു ലെറ്റർ കിട്ടിയാൽ അതിന്റെ അർത്ഥം ഇതിന്റെ പിറകിൽ ആരോ എഴുതിയിട്ടുണ്ട്, ആള് ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് വേദപുസ്തകം ഒരിക്കൽ പോലും ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ആർഗ്യുമെന്റ്സ് നിരത്തുന്നില്ല. ഉള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെയാണ് വേദപുസ്തകം തെളിയിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കാണാതറിയാവുന്ന വാക്യമാണല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ അതോടുകൂടിയാണ് തുടങ്ങുന്നത്. ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ പിറകിൽ ആരുടെ കരമുണ്ട്? ദൈവത്തിന്റെ കരമുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിലൂടെ വേദപുസ്തകം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു, ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ധാരാളം നാം കേൾക്കുന്നു. വേദപുസ്തകത്തിലുടനീളം വായിച്ചാൽ ഇങ്ങനെ കാണാം, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, എന്റെ നാമം ഇന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഹോവ തന്നെ അരുളി ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അതുകൊണ്ട് സ്ക്രിപ്ചറിലെ തെളിവുകൾ ധാരാളമാണ്, ആദ്യം മുതൽ അവസാനം വരെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെയുള്ള ആ പുസ്തകങ്ങളിലെ ഓരോ അധ്യായങ്ങളിലും ഓരോ വാക്യങ്ങളിലും ഓരോ വാക്കുകളും തെളിയിക്കുന്നത് സർവശക്തനായ ഒരു ദൈവം, നിത്യനായ ഒരു ദൈവം, ഇറ്റേണലായ ഒരു ദൈവം, ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി ജീവിച്ചിരിക്കുന്ന, നിത്യത മുതൽ നിത്യത വരെ ആയിരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന കാര്യം സ്പഷ്ടമാണ്. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ സൃഷ്ടി ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്നു. ആ ഭാഗത്ത് നിന്നുകൊണ്ട് അല്പസമയങ്ങൾ വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ക്രിയേഷൻ, ലോകത്തിൽ ഉള്ള സൃഷ്ടിയെ നാം പഠിച്ചാൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നോക്കിയാൽ, യൂണിവേഴ്സിനെ നോക്കിയാൽ, അതിന്റെ പിറകിൽ ഉള്ള ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. സൃഷ്ടിയുടെ ഓർഡർ, സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ, സൃഷ്ടിയുടെ പരസ്പരമുള്ള ഡിപ്പെൻഡൻസ്, ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കിയാൽ ദ ഓർഡർ ഓഫ് ക്രിയേഷൻ, ക്രിയേഷന്റെ ഓർഡർ തന്നെ പഠിച്ചാൽ ഒരു ദൈവം, ഒരു കരം ഇതിന്റെ പിറകിലുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്തിന് നമ്മളെ തന്നെ നമുക്ക് എടുക്കാം. ഹ്യൂമൻ ബീങ്. 139-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 13 കൂടെ ചേർത്ത് വായിക്കട്ടെ. നീ അല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞെടുത്തത്. ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. മതി, ആ വാക്ക് ശ്രദ്ധിക്കുക. ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹ്യൂമൻ ബീയിങ്ങിന്റെ, മനുഷ്യന്റെ പ്രവർത്തന രീതികൾ, മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓർഗൻസിന്റെ പ്രവർത്തന രീതികൾ പഠിച്ചാൽ ഇതിന്റെ പിറകിൽ മാനുഷികമല്ലാത്ത ഏതോ ഒരു കരം പ്രവർത്തിച്ച് എല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഉദാഹരണം 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഓർപ്പിക്കാം. നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പ്രവർത്തികൾ, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ മോർ ദാൻ 200 ബില്യൺ പ്രവർത്തികളാണ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബ്രെയിനിന് ചെയ്യാൻ പറ്റുന്നത്. മോർ ദാൻ 200 ബില്യൺ പ്രവർത്തനങ്ങളാണ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബ്രെയിനിന് ചെയ്യാൻ പറ്റുന്നത്. ഊഹിച്ചു നോക്കണം, ഊഹിക്കാൻ പറ്റത്തില്ല അല്ലെ? ഒരു സെക്കൻഡ് കൊണ്ട് മോർ ദാൻ 200 ബില്യൺ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ പറ്റി അങ്ങനെ ഒരു അറിവ് തന്നെ ഉണ്ടോ എന്ന സംശയമാണ്. ശ്രദ്ധിക്കുക, ഈ ബ്രെയിനിന് ചെയ്യുന്ന ഫംഗ്ഷൻ, നമ്മുടെ ഈ ബ്രെയിൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് മുഴുവൻ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചാൽ,
ഒരു പ്രധാന ഒരു വളരെ പണ്ഡിതനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ബ്രെയിൻ ഇപ്പോൾ ചെയ്യുന്ന ഫങ്ഷൻ, മുഴുവൻ ഫങ്ഷൻസ് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാൽ തന്നെ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞത്, അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടെക്സാസ് സ്റ്റേറ്റ് മൊത്തത്തിൽ ഫില്ല് ചെയ്യത്തക്കതായിരിക്കും ആ കമ്പ്യൂട്ടറിന്. പറഞ്ഞു മനസ്സിലായ? നമ്മുടെ ഈ കൊച്ചു തലയ്ക്കകത്തിരിക്കുന്ന ഈ ചെറിയ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ മൊത്തം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ലോകത്തിൽ ഒരു മനുഷ്യൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിച്ചാൽ അത്രയും ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ വെക്കണമെങ്കിൽ ക്രമീകരണങ്ങൾ ചെയ്തു വരുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടെക്സാസ് സ്റ്റേറ്റ് മുഴുവൻ ഫില്ല് ചെയ്തിരിക്കും ആ കമ്പ്യൂട്ടറിന്. എത്ര ബ്രെയിനിയായി, എത്ര ബുദ്ധിജീവിയായി ഒരു മനുഷ്യൻ ശ്രമിച്ചാലും ഇതാ നടക്കാൻ പോകുന്ന ചെറിയ ചെറിയ ചിപ്സ് മതി ഓരോരോ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ തലയിൽ അങ്ങനെ ഒരു ബ്രെയിൻ ആയിരുന്നെങ്കിൽ, മാനുഷിക നിർമ്മിതമായ ഒരു ബ്രെയിൻ നമ്മുടെ തലയില് ടെക്സാസ് സ്റ്റേറ്റ് മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ബ്രെയിനും കൊണ്ട് നമ്മൾ നടക്കുന്ന കാര്യം ഒന്ന് ഊഹിച്ചു നോക്കിയേ. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിന് മാത്രമേ ഇത്രയും ഫങ്ഷൻസ് ഒരുമിച്ച് ചെയ്യുന്ന ബ്രെയിനെ ഇത്ര ചെറുതാക്കിക്കൊണ്ട് തലയ്ക്കകത്ത് ഒതുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിച്ചാൽ നമ്മുടെ തല മൊത്തം ബ്രെയിനും അല്ല, തലയുടെ അത്രയും വലിപ്പം പോലും എന്തിനില്ല, ബ്രെയിനില്ല. അപ്പോൾ ഈ ചെറിയ ബ്രെയിൻ, ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്ന ബ്രെയിൻ, കഴിഞ്ഞ ദിവസം മനോരമ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 200 ബില്യൺ എന്ന് പറഞ്ഞത്. ഞാനിവിടെ 1-2 ആവർത്തി അത് പറഞ്ഞു. അത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ബ്രെയിൻ നമ്മുടെ ഈ തലയ്ക്കകത്ത്, ഒരിക്കൽ ഡോക്ടർ മുരളി ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ കിഡ്നിയുടെ ഈ ഫങ്ഷൻ മുഴുവൻ ചെയ്യുന്ന, വളരെ കാര്യമായിട്ടൊക്കെ പ്രവർത്തിച്ചെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ വിശാലമായ ഒരു റൂം നിറയെ അത് നിറയുമെന്നാണ് പറയുന്നത്, നമ്മുടെ കിഡ്നി. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഈ കിഡ്നി, ഇതിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന ദൈവം എത്ര ഭയങ്കരനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ക്രിയേഷൻ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റ് സൃഷ്ടികളിലേക്ക് ഒന്നും പോകണ്ട. നമ്മൾ ഈ നടക്കുന്ന നമ്മളെ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മളെ തന്നെ ചിന്തിച്ചാൽ ഏത് പൊട്ടനും പറയാൻ പറ്റും ഇതിന്റെ പുറകിൽ എന്തോ എന്നെ ഈ നിർമ്മിച്ചതിന്റെ പുറകിൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്നുള്ളത്. ഇനി അതും മനസ്സിലാക്കാത്തവനെയാണ് വേദപുസ്തകം മൂഢൻ എന്ന് പറയുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ മൂഢനോട് ഒത്തിരി ആർഗ്യൂ ചെയ്തിട്ടും കാര്യമില്ല. മോശന്റെ മുതുകിന് ഉറക്കെ പറഞ്ഞേ, മോശന്റെ മുതുകിന് എന്താ കിട്ടണ്ടേ എന്ന് വെച്ചാൽ അടിച്ചു കളയരുത്, ആരെ അടിക്കാനുള്ള പ്രേരണയല്ല. അവനോട് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഇത്രയും അവന് തന്നെ ഒരു അതിശയമായിരിക്കെ ദൈവം തമ്പുരാന്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ആ മനുഷ്യൻ മൂഢനാണ്, ഘോഷനാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിലുള്ള നേർവ്സ് അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ബില്യൺസ് ഓഫ് ഇന്റർ കണക്റ്റഡ് നേർവ്സ് നമ്മുടെ ശരീരത്തുണ്ടെന്ന്, ദശകോടിക്കണക്കിന്, അല്ലെ, കോടിക്കണക്കിന് നേർവ്സ് നമ്മുടെ ശരീരത്തുണ്ടെന്ന്, ഞരമ്പുകൾ. ഇതിനെ ന്യൂറോൺ എന്ന് പറയും. അപ്പോൾ ഈ നേർവ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ശരീരത്തിന്റെ ബോഡിയെ ഫംഗ്ഷൻ ചെയ്യാൻ, അതനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക. അപ്പൊ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസിനെയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം തമ്പുരാൻ ശരീരത്തെ ഘടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഏത്, നേർവ്. ഇനി ഈ നേർവ് നമ്മൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തലയൊന്ന് തിരിച്ചപ്പോൾ നേർവിന്റെ ഒരു ചെറിയ പൊസിഷൻ ഒന്ന് തെറ്റിയാൽ മതി, നാളെ മുതൽ നമ്മൾ അവനെ വട്ടൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞരമ്പ് രോഗി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയൊന്ന് വെട്ടിച്ച് ഈ നേർവിന്റെ ഒരു പൊസിഷൻ, ദൈവം തമ്പുരാൻ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ ഒന്ന് തെറ്റിയാൽ നാളെ
ഇതുവരെ അറിയപ്പെടുന്ന പേരിലല്ല അവൻ അറിയപ്പെടുന്നത് ഭ്രാന്തൻ എന്നറിയപ്പെടുന്നു. കാരണം അത്ര ക്രമീകൃതമായിട്ടാണ്. ഞാനും നിങ്ങളും നടക്കുമ്പോ ഇതൊന്നും ഓർക്കുന്നില്ല. ബില്യൺസ് ഓഫ് ഞരമ്പുകൾ നമ്മുടെ ശരീരത്തൂടെ, ഇതിനെപ്പറ്റി പറയുന്ന ഈവൻ നമ്മുടെ കുടലിന്റെ ശരീരത്തുള്ള കുടലുകളുടെ നീളം തന്നെ 1000-ൽ കൂടുതൽ കിലോമീറ്റേഴ്സ് ആണ്. അതിന്റെ കണക്കിന് കൃത്യമായിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ഇത്രമാത്രം ക്രമീകൃതമായിട്ട് നമ്മൾ നടക്കുന്നു. നമ്മുടെ കാല്, ചിലർ പറയും കാലിന് ഭയങ്കര വേദന, കൈക്ക് ഭയങ്കര വേദന. എന്താണെന്ന് അറിയാമോ? ദൈവം തമ്പുരാൻ ആ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ആ ന്യൂറോൺ സിസ്റ്റം, ആ നേഴ്സിന് പറ്റുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പോരായ്മകൾ, അതൊന്ന് തിരുത്താൻ നമ്മൾ 10 ഡോക്ടറെ കണ്ടാൽ പറ്റത്തില്ല. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ദൈവം തമ്പുരാൻ ശരീരത്തെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ഞരമ്പിൽ ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയാൽ അതിന്റെ വേദന ഒന്ന് മാറ്റാൻ, അതൊന്ന് ശരിയാക്കാൻ മെഡിക്കൽ കോളേജുകൾ കയറി ഇറങ്ങിയെങ്കിൽ ഒരു സിംഗിൾ നേർവ് തിരിച്ച് അതിന്റെ പൊസിഷനിൽ പറ്റുമോന്ന് അറിയത്തില്ല, കൊണ്ടുവന്നാൽ തന്നെ പറ്റുകയുള്ളൂ. ഡോക്ടർമാർ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു നേർവിന് കേടുപറ്റിയാൽ ഇത്രയും വേണമെങ്കിൽ ശരീരത്തിൽ ഇത്ര ഫിറ്റായിട്ട് പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടി ഇത്ര മാത്രം ഞരമ്പുകളെ ക്രമീകരിച്ചു വെച്ച് എന്നെയും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതിന്റെ പുറകിൽ ഒരു ശക്തിയില്ലെന്ന് പറയുന്നവൻ പൊട്ടനല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവം ഉണ്ടെന്ന് പറയാൻ ഒത്തിരി തെളിവ് വേണ്ട, നമ്മൾ തന്നെ മതി. ഒരുപാട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയം 250-നും 350 ഗ്രാമിനും ഇടയിൽ മാത്രമേ അതിന് വെയിറ്റ് ഉള്ളെന്നാണ് പറയുന്നത്. ബിറ്റ്വീൻ 250 and 350 grams, ചെറിയ ഒന്നാണ്. നമ്മുടെ ഹൃദയം സാധാരണ നിലയിൽ ആളുകൾ പറയുന്നത് നമ്മുടെ മുഷ്ടി ചുരുട്ടിയാൽ കൈയുടെ ആ മുഷ്ടിയുടെ അത്രേ ഉള്ളൂ നമ്മുടെ ഹൃദയം. ഇതാണ് വാട്ടർ പമ്പ് പോലെ അകത്ത് കിടന്ന് പമ്പ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള രക്തം ശുദ്ധീകരിക്കുന്നതും അശുദ്ധ രക്തം സ്വീകരിച്ച് ശുദ്ധീകരിക്കുന്നതും പിന്നെ ശുദ്ധരക്തം വേണ്ടിടത്തൂടെയൊക്കെ ഒഴുകുന്നതും ഒക്കെ ഏതിന്റെ പ്രവർത്തനം മൂലമാണ്? ഹൃദയത്തിന്റെ പ്രവർത്തനം മൂലമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ 1 മിനിറ്റ്, നേഴ്സസും ഒക്കെ വിടിരിക്കുന്ന, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒത്തിരി സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ, മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് പേര് വിടിരിക്കുന്നത് കൊണ്ട് സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഏതായാലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 72 ബീറ്റ്സ് ഇൻ എ മിനിറ്റ് എന്ന, 1 മിനിറ്റിൽ 72 പ്രാവശ്യം സാധാരണ നിലയിൽ നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന, പമ്പ് ചെയ്യുന്നുണ്ടെന്ന. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ എത്ര വരും? 4320 അല്ലെ? 1 മിനിറ്റിൽ 60 മിനിറ്റ് ആണല്ലോ 1 മണിക്കൂർ. എന്നിട്ട് 4320 പ്രാവശ്യം കണക്കാണെങ്കിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ബീറ്റ് ചെയ്യും. മാത്രമല്ല, ഈ ഹാർട്ട് ബീറ്റ് അങ്ങനെയെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഗുണിച്ചോണം. ഈ ഹാർട്ട് ബീറ്റ് അതിന്റെ ആ കണക്കനുസരിച്ച് ഒന്ന് തെറ്റിയാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംഗതി പോക്കാം. ഹാർട്ട് ബീറ്റിന്റെ ക്രമം ഒന്ന് തെറ്റിയാൽ പിന്നെ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് നടക്കണം. ക്രമം തെറ്റിയ ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി ഹാർട്ട് പേഷ്യന്റായിട്ട് പിന്നെ ഒന്നും ചുമക്കാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, പിന്നെ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ECG പിന്നെ സ്ട്രെസ് ECG, പിന്നെ അതിന്റെ പുറത്ത് വേറെ ECG, ഇതെല്ലാം ചെയ്ത് 100 ഹോസ്പിറ്റലുകൾ കയറിയാലും രക്ഷയില്ല. അപ്പൊ ഈ ഹാർട്ട് ബീറ്റ്, ഒരു മനുഷ്യൻ, ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യത്തക്ക നിലയിൽ, നമ്മുടെ പമ്പ് ഏതെങ്കിലും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, വാട്ടർ പമ്പ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒന്നിലാരെങ്കിലും കൈ അതിന്റെ പുറകെ പ്രവർത്തിക്കണം, ഒരു മനുഷ്യൻ അതിന്റെ പുറകെ പ്രവർത്തിക്കണം, എന്തെങ്കിലും ഒരു ശക്തി അതിന്റെ പുറകെ പ്രവർത്തിക്കണം. ഞാൻ പറയട്ടെ, നമ്മുടെ ആരുടെയും ഫങ്ഷനിങ് കൂടാതെ, നമ്മുടെ ആരുടെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൊണ്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും കൂടാതെ അകത്ത് കടന്നത് പ്രോപ്പറായിട്ട് ബീറ്റ് ചെയ്ത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കത്തക്ക നിലയിൽ ഈ ചെറിയ 250-നും 350 ഗ്രാം വെയിറ്റുള്ള ഈ ചെറിയ ഓർഗണ് 1 സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ
പ്രവർത്തിപ്പിക്കുന്ന എന്റെ ദൈവം എത്ര വിശ്വസ്തനാണ്, എത്ര എത്ര വലിയ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇനി നമ്മുടെ കിഡ്നി, ഒരുപാട് കാര്യങ്ങൾ അതുകൂടെ പറഞ്ഞ് ഞങ്ങൾ നിർത്തിയേക്കാം. കാരണം ഓരോ അവയവങ്ങളും എടുത്ത് പറയാൻ പോയാൽ ഇന്ന് അത് പറയാനേ സമയം കിട്ടത്തുള്ളൂ. നമ്മുടെ കിഡ്നി, എന്റെ അറിവിൽ അതിന് 140 ഗ്രാം വെയിറ്റേ ഉള്ളെന്നാ പറയുന്നത്. 140 ഗ്രാം വെയിറ്റേ ഉള്ളെന്നാ പറയുന്നത്. ഒരു 4 ഇഞ്ച് നീളം ഒക്കെ വരത്തക്ക നിലയിൽ ഒരു ചെറിയ ഓർഗനാണ്, അവയവമാണ് നമ്മുടെ കിഡ്നി. അതിന്റെ ജോലി എന്ന് പറയുന്നത് ഫിൽറ്ററേഷനാണ്. ഫിൽറ്റർ ചെയ്യുക. ഈ ഫിൽറ്റർ ചെയ്യുന്ന ഈ കിഡ്നിയില് 1 മില്യൺ നെഫ്രോൺസ് ഉണ്ടെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അരിപ്പ ഓരോ കണ്ണികളുണ്ടല്ലോ, അരിച്ചിറക്കണോ സംഗതി ഫിൽറ്റർ ചെയ്യാൻ ഈ ചെറിയ അവയവത്തിൽ, ഒരു കിഡ്നിയിൽ 1 മില്യൺ നെഫ്രോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും 1 മില്യൺ നെഫ്രോൺ ഉള്ള അരിപ്പ കണ്ടിട്ടുണ്ടോ? സോറി, ഈ അരിപ്പ ഉള്ള, അത് അരിച്ചിറക്കത്തക്ക നിലയിൽ എന്തുവാ നമ്മൾ സാധാരണ പറയാം, നെറ്റെന്ന് കുട്ടിക്കോ, അരിപ്പ തേയില സഞ്ചി നെറ്റുണ്ടല്ലോ, ആ അരിപ്പ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ വീട്ടിലിരിക്കുന്ന, ഉപയോഗിക്കുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ അരിപ്പ എടുത്തു വെച്ചാലും അതിന്റെയൊക്കെ കണ്ണുകൾ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ശരീരത്തിരിക്കുന്ന ഈ 4 ഇഞ്ച് നീളമുള്ള ഏണ്ട ഒരു 140 ഗ്രാം വെയിറ്റ് ഉള്ള ഈ കിഡ്നിക്കകത്ത് വളരെ ശുദ്ധി ചെയ്യത്തക്ക നിലയിൽ, ഫിൽറ്റർ ചെയ്യത്തക്ക നിലയിൽ ദൈവം തമ്പുരാൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നോക്കിക്കൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലായ ദൈവമക്കൾ ആ ഒരു വാക്യം എന്നോട് ചേർന്നെന്ന് പറയാമോ? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളെ ദൈവത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച വാക്യം പറഞ്ഞാട്ടെ, കരങ്ങളെ ഉയർത്തിപ്പിടിച്ച വാക്യം എന്ന് പറഞ്ഞാട്ടെ, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, മനുഷ്യന്റെ സൃഷ്ടി പഠിച്ചാൽ ഇതിന്റെ പിറകിൽ ഞാൻ പറയട്ടെ, ഇതേതെങ്കിലും മനുഷ്യകരത്തിനോ ഭൂമിയിലുള്ള മറ്റേതെങ്കിലോ ശക്തിക്ക് നടക്കുമായിരുന്നെങ്കിൽ ഇന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചേനെ. എന്നാൽ ഇതുവരെ ഈ നിലയിൽ ആർട്ടിഫിഷ്യലായി കണ്ടുപിടിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇത്ര ക്രമീകൃതമായി, ഇത്ര പ്രോപ്പർ ഫങ്ഷനിങ്, ഇത്ര ശരീരത്തിന് ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഈ സ്കിന്ന്, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചാൽ, നമ്മുടെ കാല്, നമ്മുടെ കണ്ണ്, നമ്മൾ കാണുന്ന കണ്ണിന് അകത്തുള്ള ക്രമീകരണങ്ങൾ, ചെവിക്കകത്തുള്ള ക്രമീകരണങ്ങൾ, നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഓർഗൻസിന്റെ ക്രമീകരണങ്ങൾ, നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ആ ഓർഗൻസിന്റെ ക്രമീകരണങ്ങൾ, നമ്മൾ നടക്കാൻ ഉപയോഗിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസും വ്യക്തമായി പഠിച്ചാൽ ഇത്ര അത്ഭുതകരമായി എന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഓർക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവം തമ്പുരാൻ ജീവിക്കുന്നു എന്ന് ഒരു സംശയം കൂടാതെ പറയുവാനായി സാധിക്കും. ഇനി മനുഷ്യ ശരീരം വിട്ട് പുറത്തേക്ക് വരട്ടെ, നേച്ചർ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 1-ാം അധ്യായം, അതിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. അടുത്തത്, ദൈവം അതവർക്ക് വെളിവാക്കിയിരിക്കല്ലോ. അടുത്തത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. അവർക്ക്, ആർക്ക്? സത്യത്തെ സപ്രസ് ചെയ്യുന്ന ആളുകൾക്ക്, ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന സത്യത്തെ, സർവശക്തനായ ദൈവമുണ്ടെന്ന സത്യത്തെ, സർവജ്ഞാനിയായ ദൈവമുണ്ടെന്ന സത്യത്തെ, ഒരു രൂപത്തിലും ഒതുക്കുവാൻ കഴിയാത്ത ഒരു ദൈവമുണ്ട് എന്ന സത്യത്തെ സപ്രസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ തന്റെ പ്രവൃത്തിയിൽ തെളിവായി വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും.
ലോകത്തെ, ഭൂമിയെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലേ? ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നത്. ഭൂമി ശൂന്യത നിൽക്കുന്നത് മാത്രമല്ല, നമുക്ക് വളരെ തെളിവായി അറിയാവുന്നത് പോലെ ഈ ഭൂമി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഒരു ഗോളാകൃതിയിൽ ഭൂമിയെ പറ്റി പറയുന്നത്, ഭൂമി എന്താണെന്ന ഒരു ഗോളാകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോളത്തെ സൂക്ഷിച്ചിരിക്കുന്നത്, നമുക്കറിയാം, ഒരു സാധനവും, വെയിറ്റുള്ള ഒരു സാധനവും വെറുതെ കൊണ്ടുവന്ന് ശൂന്യതയിൽ വെക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. ഭൂമിയിൽ എപ്പോഴും വെയിറ്റുള്ള സാധനത്തെ ശൂന്യതയിൽ നിന്ന് ഒന്നുകിൽ താഴോട്ട് ഇല്ല മേലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഭൂമിയെ, ഇത്ര കോടി ജനങ്ങൾ വസിക്കുന്ന ഈ പ്ലാനറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഇത് മനുഷ്യർ, ബുദ്ധിജീവികൾ, അതുകൊണ്ട് ഇതിനൊരു പേരിട്ടിരിക്കുന്നത് ഭൂമി ഏതിൽ കറങ്ങുന്നെന്നാണ്? അച്ചുതണ്ടിൽ, അല്ലേ? അച്ചുതണ്ടിൽ. അതൊരു സാങ്കല്പിക തണ്ടായത് അച്ചുതണ്ട്. എവിടെ ഈ തണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. എവിടെ ഇതിന്റെ തണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഒരു സാങ്കല്പിക തണ്ട്, അതിനെ നമ്മൾ അച്ചുതണ്ടെന്ന് പറയും. അപ്പൊ ഈ അച്ചുതണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭൂമി ഇങ്ങനെ കറങ്ങുന്നതെന്നാ പറയുന്നത്, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഏത് സാധനവും കറങ്ങുന്ന സാധനത്തിൽ നമ്മുടെ ഈ കുവൈറ്റ് ടവറിലോട്ട് കയറിയാൽ മുകളിലോട്ട് ചെന്നാൽ അവിടെ നിന്ന് കൊടുത്താൽ മതി, പെതുക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് മൂവ് ചെയ്യുന്നത് നമ്മൾ പോലും അറിയത്തില്ല. നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി, വളരെ സ്ലോ ആയിട്ട് അത് മൂവ് ചെയ്യും. പക്ഷേ ആ മൂവ് ചെയ്യുമ്പോൾ, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ, നമ്മൾ ആരെങ്കിലും അതിന്റെ മണ്ടയിൽ കയറി നിന്നാൽ ഒരു 10 സെക്കൻഡ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന, ഇന്ന ലക്ഷ്യം വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമ്മളെ ഇത് നീങ്ങുന്ന പോലും അറിയാതെ വളരെ ശാന്തമായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലും 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കണ്ട ലക്ഷ്യത്തിലല്ല, നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരിടത്തും മൂവ്മെന്റിൽ ആ മൂവ് ചെയ്യുന്ന സാധനത്തിന്റെ മുകളിലുള്ള സാധനം എന്തോ അതിനെ ഒരിടത്ത് നിർത്താൻ പറ്റുകയില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പറ്റുമോ? ഞാൻ ഒത്തിരി ലോജിക്കലൊന്നും അല്ലെങ്കിലും ഈ കുവൈറ്റിൽ നമ്മൾ നിൽക്കുന്ന മണ്ണ കുവൈറ്റാ. നമ്മൾ അബ്ബാസിയ എന്ന് ഇതിന്റെ സ്ഥലത്തിന് പേര് പറയും. എത്രയോ നാളായി നമ്മൾ ഈ അബ്ബാസിയുടെ ഈ മണ്ണിൽ നീക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ സെയിം ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഞാൻ അമേരിക്കയിലാണ് നിൽക്കുന്നതെന്ന്? പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയുന്നു ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു, ഗോളാകൃതിയിൽ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നു. മാത്രമല്ല, ഗോളാകൃതിയിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നിൽക്കുന്ന നിപ്പിൽ, ഗോളാകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നല്ല, അതിന്റെ പ്ലാനറ്റിന്റെ പോക്ക് നമ്മള് ചിത്രത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ട് ഈ കറങ്ങുന്ന കറക്കിൽ സാധാരണ ഏതെങ്കിലും ഗോളമാണെങ്കിൽ ഭൂമി പ്രദക്ഷിണം വയ്ക്കുന്ന അതേ രീതിയിൽ കറങ്ങിയാൽ കുറെ എണ്ണം താഴെ വീഴും. കുറെ എണ്ണം അല്ല, മിക്കവാറും എല്ലാം താഴെ വീണിരിക്കും. താഴെ നിന്ന് ഇങ്ങനെ കറങ്ങുന്ന കറപ്പിലും മുകളിലോട്ട്, അതിന്റെ ദിശ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ മുകളിൽ നിൽക്കുന്ന ആളും ചെയ്തിരിക്കും, 10 താഴെ വീണിരിക്കും. എനിവേ, ഞാനീ പറഞ്ഞു വന്നതിന്റെ ആശയം, ഭൂമി പ്രദക്ഷിണം വയ്ക്കുന്നു, ഭൂമി കറങ്ങുന്നു, അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ക്രമീകരണങ്ങളെ നമ്മൾ പഠിച്ചാൽ, ഭൂമിയുടെ ഈ റൊട്ടേഷനെ, ഇതിനെ ചുറ്റുന്ന പ്രദക്ഷിണം വയ്ക്കുന്ന ഈ പ്രദക്ഷിണത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അതിൽ താമസിക്കുന്ന ജനത്തെ, നമ്മൾ സൃഷ്ടിയെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള സൃഷ്ടികളെ മൊത്തത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും, ഒരു മനുഷ്യനും ക്രമീകരിച്ചു വച്ചിരിക്കുന്ന ഒരു ക്രമീകരണമല്ല ഈ പ്ലാനറ്റിന്റെ ക്രമീകരണം. ഭൂമി മാത്രമല്ല, എല്ലാ പ്ലാനറ്റിന്റെയും. എന്നാൽ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ ക്രമീകരണം പോലും ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമി. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും അത് തിരുവചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
ഭൂമിയെ നാശിച്ചതിന്മേൽ തൂക്കുന്നു എന്ന് അവിടെ കാണും. വളരെ വ്യക്തമായി പഠിച്ചാൽ ഭൂമിയുടെ നമ്മൾ വസിക്കുന്ന ഈ പ്ലാനറ്റിന്റെ ക്രമീകരണം തന്നെ തെളിയിക്കുന്നത് ഇതിന്റെ പുറകിൽ സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു എന്നാണ്. മാത്രമല്ല, ഹെവൻ ആൻഡ് എർത്ത്, ആകാശവും ഭൂമിയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മൾ പഠിച്ചാൽ അവിടെ കാണുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അങ്ങനെയെങ്കിൽ ആകാശവും ഭൂമിയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക. അല്പസമയം യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിലേക്ക് വന്നാൽ ദൈവത്തിന്റെ ക്രിയേഷന്റെ മഹാത്മ്യത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. 38-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 38, 38-ാം അധ്യായം. 38-ാം അധ്യായത്തിൽ അതിന് 1 മുതലേ 1 വായിച്ച് ഞാൻ തന്നെ വായിക്കാം. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ. ഒരു വേദപുസ്തകമുള്ളവർ അത് നോക്കുക. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അരുളി ചെയ്ത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാ, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുവാൻ ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. അടുത്തത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന് അളവ് നിയമിച്ചവനാ, ഈ ഭൂമിക്ക് അളവ് നിയമിച്ചവനാ, നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാർ എല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാ. എന്തെങ്കിലും ഒന്ന് പണിയണമെങ്കിൽ മൂലക്കല്ലിടണം. എന്നാൽ ഭൂമിക്ക് മൂലക്കല്ലിട്ടവനാ. ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആ. ഞാൻ അന്ന് മേഘത്തെ അതിന് ഉടുപ്പും കൂരിലിനെ അതിന് ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. എന്നിട്ട് സമുദ്രത്തോടും കടലിനോടും ഒക്കെ പറഞ്ഞു, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്. ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, കടലിലൊക്കെ ചെന്നാലും കടൽ ക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുറച്ചു കിടന്ന് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ദൈവം കടലിനെയൊക്കെ നിർമ്മിച്ചിട്ട് നമ്മൾ പിന്നെ കടലിന് വലിയ മതിൽ കെട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? വലിയ മതിൽ ഇത്തിര വന്ന് അടിച്ച് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇത്രയും മാത്രമേ വെള്ളം കടക്കാവൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ മനുഷ്യനും വലിയ പാറക്കല്ലുകൾ ഇറക്കി വൻ മതിലുകൾ കെട്ടി വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കാണുന്നില്ല. അതുവല്ല അണക്കെട്ട് വല്ലതും വെള്ളത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിലേ ഉള്ളൂ. എന്നാൽ ദൈവം പറഞ്ഞു, ഇത്രത്തോളം നിനക്ക് വരാം, ഇതിനിപ്പുറത്തോട്ട് നീ എന്ത് ചെയ്യരുത്, കിടക്കരുത്. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും നീ പ്രമാദത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്തിന് താഴോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, നീ സമുദ്രത്തിന്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത 18-ാം വാക്യം നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അറിയുന്നെങ്കിൽ പ്രസ്താവിക്ക. വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത്? ഇരുളിന്റെ പാർപ്പിടം എവിടെ? നിനക്കവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ? നീ അമ്മയെ ജനിച്ചിരുന്നുവല്ലോ, നിനക്ക് ആയുസ് ഒട്ടും കുറവല്ലല്ലോ, നീ അത് അറിയാതിരിക്കുമോ? നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, പ്രകൃതിയിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെയാണ് ഇത് കാണിക്കുന്നത്. മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത റീസൺ, ദ കോസ്. ഭൂമിയിൽ ഇന്നുള്ള സൃഷ്ടിയുടെ ക്രമീകരണങ്ങളുടെ പുറകിലുള്ള കോസ്, അത് മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? താഴോട്ട് വരുമ്പോൾ 24-ാം വാക്യം നോക്കുക. വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതുമായ വഴി ഏത്? താഴോട്ട് വരുമ്പോൾ നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളമ്പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തവനാർ.
ഇടിമിന്നലിന് മനുഷ്യന് പാത വെട്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാ. ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു? ആകാശത്തിലെ നീകാരത്തെ ആർ പ്രസവിക്കുന്നു? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു. ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു. താഴോട്ട് ഓരോന്നും വായിച്ചു വരുമ്പോൾ 33-ാം വാക്യം ശ്രദ്ധിക്കുക. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? താഴോട്ട് ഇങ്ങനെ വായിച്ച് എന്തിന് ഞാൻ എല്ലാ വാക്യങ്ങളും വായിച്ചു പോയാൽ ആ അധ്യായം മാത്രം വായിക്കാനേ ഉള്ളൂ സമയം. 38-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ യോബിനോട് അരുളപ്പാട് അറിയിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമീകരണമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി ഓർപ്പിക്കാം. ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന സകല സൃഷ്ടിയും തെളിയിക്കുന്നത് ദൈവമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഭൂമിയിലെ സകല സൃഷ്ടിയും ആകാശത്തിലെ സകല സൃഷ്ടികളും അത് തെളിയിക്കുന്നു. എവരി നോൺ തിങ് ഇൻ ദ യൂണിവേഴ്സ് ഹാസ് എ കോസ്. നാം അറിയുന്ന ആ യൂണിവേഴ്സിലെ സകല കാര്യങ്ങൾക്കും ഒരു കോസ് ഉണ്ട്. ആ കോസാണ് സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയെ ഡിസൈൻ ചെയ്തതും സൃഷ്ടിയുടെ പർപ്പസും നാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു യൂണിവേഴ്സൽ ഡിസൈനറിനെ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഡിസൈൻ, സൃഷ്ടിയുടെ ഡിസൈൻ, പ്രകൃതിയുടെ ഡിസൈൻ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഡിസൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇതിന്റെ ഉദ്ദേശം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു യൂണിവേഴ്സൽ ഡിസൈനർ, അതായത് സർവശക്തനായ ദൈവം, ആ ഡിസൈനർ ജീവിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഒന്ന് രണ്ട് വാക്യങ്ങളുടെ അതിനോട് ചേർന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം, ഐശയ്യാ ചാപ്റ്റർ 40 വേഴ്സസ് 25 and 26. ഞാൻ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിന്റെ കണ്ണ്, ഇവിടെ ഇരിക്കുന്നവരോടും പറയുക, ആകാശത്തിലെ സൃഷ്ടിയെ നോക്കുവൻ, ഇവയെ സൃഷ്ടിച്ചതാ. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യും. അവന്റെ വീര്യം മഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും ഇതിന്റെ പുറകിലുള്ള ദൈവത്തെ. പ്രൊഫസർ ബെർണാഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് തന്റെ പഠനത്തിൽ ഇന്നത്തെ ഈ സാറ്റലൈറ്റ് നിക്ഷേപങ്ങൾ അങ്ങനെയുള്ള ആധുനിക ക്രമീകരണങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ മിൽക്കി വേ ഗാലക്സിയിലെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു സ്വഭാവം, ആ പഠനം, ആ ഒരു ക്രമീകരണം താൻ ചെയ്തു വന്നിരുന്നു. ഈ പ്രൊഫസർ ബെർണാഡ് മിൽക്കി വേ ഗാലക്സിയിലെ ഫോട്ടോഗ്രാഫി പകർത്തിയപ്പോൾ ഒരിക്കലും ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തു, താൻ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ, താൻ ആ ഫോട്ടോഗ്രാഫി പകർത്തുന്ന ഏരിയ തന്നെ തന്റെ ക്യാമറയ്ക്ക് നോ ലെസ് ദാൻ 500 മില്യൺ സ്റ്റാർസ്, ആകാശത്തിൽ നോട്ട് ലെസ് ദാൻ 500 മില്യൺ സ്റ്റാർസ്, ആ ഒരു പർട്ടിക്കുലർ തന്റെ ആ പഠന വിഷയമായ ഭാഗത്ത് ആകാശം 500 ദശലക്ഷം 500 മില്യൺ സ്റ്റാർസ്, അതിൽ കുറയാതെ നക്ഷത്രങ്ങളുടെ എണ്ണത്തെ തന്റെ ഫോട്ടോഗ്രാഫിയിൽ പതിക്കുവാനിടയായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ, ഇന്നത്തെ മോഡേൺ ക്രമീകരണങ്ങൾ വരുന്നതിന് മുൻപേ, സാറ്റലൈറ്റും ഒക്കെ വിക്ഷേപിക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ ആകാശത്തെ, സ്പേസിനെ പറ്റി പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് പ്രൊഫസർ ബെർണാഡ്. താൻ പറയുന്നത്, താൻ ആ പഠിച്ചുകൊണ്ടിരുന്ന ആ ഏരിയയിൽ മാത്രമായിട്ട് 500 മില്യൺ സ്റ്റാർസ് ആകാശത്തെ തന്റെ ഫോട്ടോഗ്രാഫിയിൽ പതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 8-ന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം നമ്മൾ വായിച്ചു. ദൈവം തമ്പുരാൻ ചോദിക്കുന്നു, നിന്റെ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കാൻ. ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ആരാ? മാത്രമല്ല,
ഒരേ ഏരിയയിൽ 500 മില്യൺ സ്റ്റാർസിനെ പ്രൊഫസർ ബെർണാഡിന് കാണാൻ കഴിഞ്ഞെങ്കിൽ അതിലും ഉപരി എത്രയോ നക്ഷത്രങ്ങളാണ് ദൈവം തമ്പുരാന്റെ സൃഷ്ടിയിലുള്ളത്. ഈ നക്ഷത്രങ്ങളെ എല്ലാം സംഖ്യാക്രമത്തിൽ വിളിച്ചു വരുത്താൻ സർവശക്തനാണ് നമ്മുടെ ദൈവമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അതിശയം പൂണ്ടിട്ട് അത്ഭുതം കൂറിയിട്ട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. അടുത്തത് 3-ാം വാക്യത്തിൽ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം. പൂണ്ടിട്ട് അത്ഭുതം കൂറിയിട്ട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. അടുത്തത് 3-ാം വാക്യത്തിൽ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ അവനെന്തുമാത്രം. സങ്കീർത്തനക്കാരൻ ആകാശത്തുള്ള ദൈവത്തിന്റെ സൃഷ്ടിയുടെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ എണ്ണവും അതിന്റെ മാഹാത്മ്യതയും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, മനുഷ്യപുത്രനെ അത് കാണുമ്പോൾ, ആ സൃഷ്ടിയുടെ തേജസ് കാണുമ്പോൾ, പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യപുത്രനെ അങ്ങ് ഇത്രമാത്രം സ്നേഹിക്കാൻ അവരെന്തുമാത്രമുള്ളൂ എന്നാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. തേജസ്സിന്റെ പ്രഭയായ കർത്താവിനെ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കും. ഇയ്യോബിന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. അടുത്തത്, അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യ ഉണ്ടോ? അടുത്തത് ഇനി 5-ാം വാക്യം വായിച്ചാട്ടെ. ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളതല്ല. അടുത്തത്, പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ ദൈവിക തേജസ്സിന്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പുഴുവും കൃമിയുമായിരിക്കുന്ന നമ്മളെ ഈ സർവശക്തൻ സ്നേഹിച്ചതോർത്ത് ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. നിങ്ങൾ ശ്രദ്ധിക്കുക, നേച്ചർ എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നേച്ചർ ഈസ് ദ ലിവിംഗ് വിസിബിൾ ഗാർമെന്റ് ഓഫ് ഗോഡ് എന്ന, ദൃശ്യമായ ജീവനുള്ള ദൈവത്തിന്റെ വസ്ത്രമാണ്. ദൈവത്തിന്റെ ദൃശ്യമായ ജീവനുള്ള ഔട്ടർ ഗാർമെന്റ് ആണ് എന്തെന്ന്? പ്രകൃതി, സൃഷ്ടി. ഈ പ്രകൃതി കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കൊണ്ടും സാധിക്കും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ എവല്യൂഷൻ തിയറിയൊക്കെ ഇന്ന് പ്രാധാന്യം ഇല്ലാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല. എത്തീസിന് പോലും എവല്യൂഷൻ തിയറി ഒന്നും ഇപ്പൊ വലിയ കാര്യമില്ല, കാരണം പൊളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അതിനകത്ത് പറഞ്ഞ് എന്തോ പ്ലാനറ്റിലും ഒക്കെ ചെന്നാണ് ഇത് ലാസ്റ്റിൽ അവസാനിക്കുന്നത്. പക്ഷെങ്കിൽ എല്ലാ മനുഷ്യനും മനസ്സിലാക്കാൻ തക്കോണം സാധിക്കും, ലൈഫ് കംസ് ഫ്രം ലൈഫ്. ജീവനിൽ നിന്നാണ് എന്ത് വരുന്നത്? ജീവൻ വരുന്നത്. ജീവനിൽ നിന്ന് ജീവൻ വരുന്നു. അതുകൊണ്ട് ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഇന്നത്തെ ജീവനുള്ള ക്രിയേഷൻ ഉണ്ടാകപ്പെടുവാൻ പറ്റുകയില്ല. ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്നുള്ളത് ബുദ്ധിജീവിയും യുക്തിവാദിയും നിരീശ്വരനും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ലൈഫ് കംസ് ഫ്രം ലൈഫ്. ജീവൻ ജീവനിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. ജീവനില്ലാത്ത നിർജീവമായ ഒരു വസ്തുവിൽ നിന്ന് ലൈഫ് ഉണ്ടാകാൻ പറ്റുകയില്ല. വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നത്
ജീവന്റെ സോഴ്സിൽ നിന്നാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായിരിക്കുന്നതെന്നാണ്. കാരണം ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ, ദൈവം ഡയറക്റ്റ് ഊതിയ ജീവശ്വാസത്താൽ ഒക്കെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായിരിക്കുന്നത്. ഈ സയൻസിന്റെ, ഇന്നത്തെ പഠനത്തിന്റെ സയൻസിന്റെ മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കിയ ആ ഹോൾ ഫീൽഡ് നമ്മൾ നോക്കിയ മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നത് ഭൂമി മുഴുവൻ ജീവൻ നിറഞ്ഞിരിക്കുക. ഭൂമി മുഴുവൻ ജീവൻ നിറഞ്ഞിരിക്കുക. ജീവൻ നിറഞ്ഞിരിക്കുന്നെന്ന് മാത്രമല്ല, ഈ ജീവൻ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുക. മനുഷ്യനും ജീവനുള്ള വസ്തുക്കൾ ഭൂമി മുഴുവൻ അങ്ങോട്ട് ചലിക്കുന്നു, ഇങ്ങോട്ട് ചലിക്കുന്നു. ചലിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഏത്? ഭൂമി, നാം വസിക്കുന്ന ഭൂമി. അതുകൊണ്ട് തന്നെ ഈ ജീവൻ, ഈ നടക്കുകയും ചലിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവൻ ഒരു ജീവനിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിവിടെ ഉണ്ടാക്കപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഇന്ന് ഈ ഭൂമി ചലിക്കുമ്പോൾ ഭൂമിയിൽ ചലിക്കുന്ന ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാക്കപ്പെടുവാൻ കഴിയുകയില്ല, നിർമ്മിക്കപ്പെടുവാൻ കഴിയുകയില്ല, സൃഷ്ടിക്കപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഉള്ള സകല ജീവനും, ഈ പ്ലാനറ്റിലുള്ള സകല ജീവനും, സാർവത്രികമായിട്ടുള്ള യൂണിവേഴ്സിലുള്ള സകല ജീവനും, ജീവിക്കുന്ന വസ്തുവും ജീവിക്കുന്ന പ്ലാന്റും ജീവിക്കുന്ന അനിമലും ജീവിക്കുന്ന മനുഷ്യനും സകലതും ജീവന്റെ ഉറവിടമായ ദൈവം തമ്പുരാനിൽ നിന്ന് വന്നതാണ്, ആ ശക്തിയിൽ നിന്ന് വന്നതാണെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ തിയറി ഓഫ് എവല്യൂഷൻ ഒരു ഡിസപ്പോയിന്റ്മെന്റിൽ നിന്നുണ്ടായതാണ്, ഡെസ്പറേഷനിൽ നിന്നുണ്ടായതാണ്. കാരണം അദൃശ്യമായ ഒരു ശക്തിയിൽ വിശ്വസിക്കാനുള്ള മടുപ്പ് കൊണ്ട് സൃഷ്ടിയുടെ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ ഒരു ശ്രമവും വേണം. കാരണം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞില്ല എങ്കിൽ അദൃശ്യമായ ശക്തിയിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അദൃശ്യമായ ശക്തിയിൽ വിശ്വസിക്കാനുള്ള ആ ബുദ്ധിയുടെ, അറിവിന്റെ, ലോജിക്കിന്റെ തടസ്സവും, എന്നാൽ ഇതിന്റെ പുറകിൽ ഇതെങ്ങനെ വന്നു എന്ന് തെളിയിക്കണം എന്ന ആഗ്രഹവും, അത് തെളിയിക്കപ്പെടാനുള്ള റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ തെളിവുകൾ ഇല്ലാതിരിക്കുകയും വന്നപ്പോൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആ ഡിസപ്പോയിന്റ്മെന്റിൽ നിന്ന്, ആ ഡെസ്പറേഷനിൽ നിന്ന് ഉണ്ടായ തിയറിയാണ് എവല്യൂഷൻ തിയറി. കാരണം മനുഷ്യ ആ നിലയിൽ അത് പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളായിരുന്നു. എന്നാൽ വേദപുസ്തകം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വേദപുസ്തകം ഒരു പ്രയാസവും കൂടാതെ, ഒരു സംശയവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതിന്റെ തെളിവ് പറഞ്ഞിരിക്കുന്നു. നിത്യത മുതൽ നിത്യത വരെ ജീവിച്ചിരിക്കുന്ന ഒരു ശക്തി സൃഷ്ടിയുടെ ഉടമയായി നിലനിൽക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കർത്താവിൽ എന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസൻ, ഡീൻ ബർഗൺ എന്ന് പറയുന്ന ദൈവദാസൻ ഒരിക്കൽ തന്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓ ഈ മെൻ ഓഫ് സയൻസ്, സയൻസിന്റെ മനുഷ്യരെ, അല്ലെങ്കിൽ സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെ, ഇത് പറയുന്ന എവല്യൂഷൻ തിയറി വിശ്വസിക്കുന്ന ആളുകളോട്, ബുദ്ധിജീവികളെ, give me back my ancestors in the garden of Eden and you may keep yours in the zoological garden. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ബുദ്ധിജീവികളായി ഇതിന്റെ പുറകിൽ സൃഷ്ടിയുടെ സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ മടി കാണിക്കുന്ന ബുദ്ധിജീവികളെ, യുക്തിവാദികളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ഞങ്ങളെപ്പോലെ ദൈവവിശ്വാസികളായ ആളുകൾക്ക് ഏദൻ തോട്ടത്തിലുള്ള ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ വിട്ടേച്ചു പോ, അവർ ഞങ്ങളുടെ ആദിമ മാതാപിതാക്കളായിരിക്കട്ടെ. എന്നാൽ ദൈവത്തിൽ വിശ്വാസമില്ലാതെ കുരങ്ങിൽ നിന്നും, അമീബയിൽ നിന്നും, കുരങ്ങിൽ നിന്നും ഒക്കെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ നിങ്ങൾ ഏതെങ്കിലും സുവോളജിക്കൽ ഗാർഡനിൽ സൂക്ഷിച്ചോ, കാരണം അവിടെ മാത്രമേ അവർക്ക് പാർപ്പിടമായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് മനുഷ്യർ ജീവിക്കുന്ന ഏദൻ തോട്ടത്തിലെ ആദമിനെ ഹവ്വയും ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് തന്നിട്ട് പൊക്കോളാം. കാരണം നിങ്ങൾ അതിൽ ഒത്തിരി പാടുപെടണ്ട, ഞങ്ങൾക്ക് നന്നായി അറിയാം ഞങ്ങൾ മനുഷ്യനിൽ നിന്നാണ് വന്നതെന്ന്. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മനുഷ്യരാണ്. നിങ്ങൾക്ക് സംശയമാ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മൃഗങ്ങളാണെന്ന്, കുരങ്ങാണെന്ന് സംശയമാണെങ്കിൽ അവരെ ഏതെങ്കിലും ഷൂവിലിട്ടേച്ച് പൊക്കോളാൻ അദ്ദേഹം വിളിച്ചു പറയുക. ദ ഗ്രേറ്റ് ആസ്ട്രോണമർ, ഒരു പ്രഗത്ഭനായ വിശ്വാസിയായിരുന്ന ഒരു ആസ്ട്രോണമർ, ഒരു ജർമ്മൻ ആസ്ട്രോണമറിന് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ
അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഈ സ്നേഹിതൻ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ചിരുന്ന ഒരു സെലസ്റ്റിയൽ ഗ്ലോബ്, ഈ ഗ്ലോബിനെ കണ്ടുകൊണ്ട് ഈ സ്നേഹിതൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ ഗ്ലോബ് ആരാ ഉണ്ടാക്കിയത്? ഈ സെലസ്റ്റിയൽ ഗ്ലോബ് ആരാണ് ഉണ്ടാക്കിയത്? അപ്പൊ ഈ സംശയം മനസ്സിൽ വന്നിട്ട് ഇത് ആരാ ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടുപിടിക്കണം. നിശ്ചയമായിട്ട് ഇതിന്റെ പുറകിൽ ആളുണ്ട്. ഈ സെലസ്റ്റിയൽ ഗ്ലോബ് ഉണ്ടാക്കിയ ആളുടെ നിശ്ചയമായിട്ടും ആളുണ്ട്. ഇത് ആരാ ഉണ്ടാക്കിയതെന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഈ വിശ്വാസിയായ ഈ ഓസ്ട്രോണമറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ ഈ റൂമില് ഒരു സെലസ്റ്റിയൽ ഗ്ലോബ് ഇരിക്കുന്നു. ഈ ഗ്ലോബ് ഉണ്ടാക്കിയത് ആരാണെന്നറിയാം. പലപ്പോഴും ദൈവം ഉണ്ട് ഇല്ല എന്ന് വാദം നടത്തിയിരുന്ന ഈ ഫ്രണ്ടിനെ ഒന്ന് പിടിക്കാനായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അത് അങ്ങനെ ഉണ്ടാക്കിയൊന്നും ആയിരിക്കത്തില്ല, പെട്ടെന്ന് ആ റൂമിൽ വന്നിരുന്നതായിരിക്കുന്നു. ഒരു മൊമെന്റിൽ പെട്ടെന്ന് ആ റൂമിൽ അങ്ങനെ ആരുടെയും കൈ എന്റെ പുറകിൽ കാണാൻ സാധ്യയില്ല. സാധാരണ സെലസ്റ്റിയൽ ഗ്ലോബ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വെച്ചിരിക്കുന്ന മേശപ്പുറത്ത് നിന്ന് ഇങ്ങനെ പതുക്കെ എന്തോ അവിടെ കിടക്കുന്ന പൊടിയൊക്കെ ഉണ്ടായി ഇതിങ്ങനെ വേറൊരു രൂപമായിട്ട് മാറ്റപ്പെട്ട് ഒരു സെലസ്റ്റിയൽ ഗ്ലോബായിട്ട് മാറും. അതായിരിക്കും നിങ്ങൾ റൂമിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, റിഡിക്കുലസ്, ചുമ്മാ പരിഹസിക്കരുത്, കളിയാക്കരുത്. ഈ സെലസ്റ്റിയൽ ഗ്ലോബ് ഉണ്ടാക്കിയത് ആരാണെന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറ. ആരുടെയും കൈ തൊടാതെ എന്റെ റൂമിൽ ഈ സെലസ്റ്റിയൽ ഗ്ലോബ് ഉണ്ടായെന്നോ? ഈ മനുഷ്യൻ ആകെപ്പാടെ ചൂടായി. അപ്പോൾ ഈ ദൈവവിശ്വാസിയായ ഓസ്ട്രോണമർ തിരിച്ച് മറുപടി പറഞ്ഞെന്താണെന്നറിയാമോ? വെറും ഒരു ചെറിയ സെലസ്റ്റിയൽ ഗ്ലോബ് നിന്റെ റൂമിലിരിക്കുമ്പോ അത് തനിയെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത നിനക്ക്, ഒരു റൂമിൽ ഒതുക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യനും മൊത്തത്തിൽ കാണുവാൻ കഴിയാത്ത ഭൂമിയെ മുഴുവൻ, ആ ഒരു ഗ്ലോബിനെ മുഴുവൻ ഉണ്ടാക്കിയതിന്റെ പുറകിൽ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നോ? ഒരു ചെറിയ ഗ്ലോബിനെ ഉണ്ടാക്കിയതിന്റെ പുറകിൽ ആരുമില്ല, പെട്ടെന്നുണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ വലിയ ഭൂമണ്ഡലത്തെ, ഭൂമിയെ നിർമ്മിച്ചതിന്റെ പുറകിൽ ആരുമില്ല, തനിയെ പൊട്ടിമുളച്ച് വന്നതാണെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ഈ ദൈവദാസൻ തിരികെ ചോദിച്ചു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയെ കാണുമ്പോൾ, ഇതിന്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ, ഇതിന്റെ സൃഷ്ടിയെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ പുറകിൽ സർവശക്തനായ ദൈവം ജീവിച്ചിരിക്കും. മാത്രമല്ല ഈ സൃഷ്ടിയുടെ ഇന്റർ ഡിപ്പെൻഡൻസ്, അതുപോലെ പറഞ്ഞ് ഞാൻ ഇന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാതെ കുറെ സൃഷ്ടികളെ ഇവിടെ ഉണ്ടാക്കിയൊന്നല്ല, ഒരു ഓർഡർ ഒന്നും ഇല്ലാത്ത. മനുഷ്യൻ കിടക്കട്ടെ, പിന്നെ കുറെ മൃഗം കിടക്കട്ടെ, പിന്നെ കുറച്ച് പുല്ല് കിടക്കട്ടെ, അങ്ങനൊന്നും ഉണ്ടാക്കിയതല്ല ഈ ഭൂമിയിലെ സൃഷ്ടി. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തക്ക ഓർഡറിലാണ് ദൈവം ഭൂമി സൃഷ്ടിച്ചേക്കുന്നത്. ഭൂമിയിലെ സസ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് മൃഗങ്ങളുണ്ട്, മൃഗത്തെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റു മൃഗങ്ങളുണ്ട്, ആ മൃഗത്തെ ഡിപ്പെൻഡ് ചെയ്ത് മനുഷ്യനുണ്ട്. ഇങ്ങനെ പരസ്പരം ഡിപ്പെൻഡഡ് ആണ് ഭൂമിയിലെ സൃഷ്ടി. മാത്രമല്ല മൊത്തത്തിലുള്ള സൃഷ്ടി, ദൈവത്തിന്റെ ഹോൾ സൃഷ്ടി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഒരു പുസ്തകം വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്കത് പിടികിട്ടി. ഈ ഇടിയും മിന്നലും ഒക്കെ നമുക്ക് ഭയങ്കര ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ നിലയിൽ കഥവൊക്കെ അടച്ച് അകത്തിരിക്കാനാണ് പരമാവധി നോക്കുന്നത്. നല്ല ഇടിയോ മിന്നലോ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ പാത്ത് കയറി ഇരിക്കുക എന്നുള്ള, ഓപ്പൺ പ്ലേസിൽ നിൽക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരും അത്ര ഇഷ്ടപ്പെടുന്നില്ല. മഴ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇടിയും മിന്നലോടും കൂടെ മഴ പെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് അത്ര പിടിക്കത്തില്ല. പിള്ളേരെല്ലാം പിടിച്ചു വലിച്ച് അകത്തിടും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഒരു വീട്ടില് ഇടി മിന്നലേറ്റ് ആ വീട്ടിൽ ഒരു അല്പപ്രയാസം ഉണ്ടായി. അതിനുശേഷം ആകാശത്ത് കോള് കണ്ടാൽ ആ വീട്ടിൽ അവർ താമസിക്കത്തില്ല. കാരണം അവർക്ക് പേടി, ഒരിക്കൽ ഇടി ഏറ്റെടുത്ത് പിന്നെ ഏക്കുന്ന എന്തോ ലോഹമോ എന്തോ അതിനകത്തോ എവിടോ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ മിന്നൽ ആ വീട്ടിൽ തന്നെ അടിച്ചത്. അതുകൊണ്ട് മിന്നൽ ഏറ്റാൽ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇടിയും മിന്നലും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നും. എന്നാൽ ദൈവം ഈ ഇടിയും മിന്നലും ഒക്കെ അയക്കുന്നതിന് വലിയ ഉദ്ദേശമുണ്ട്. ഞാനിന്ന് ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്, ഈ ഭൂമിയിൽ ഉള്ള പ്ലാന്റ്സ് ഇതിന് വേണ്ടുന്ന ആഹാരങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്.
അന്തരീക്ഷത്തിലുണ്ട്. എയറിൽ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഇതാണ്. നൈട്രജൻ എന്ന ഗ്യാസ്, ഈ ഗ്യാസ് ആക്ച്വലി പ്ലാന്റ്സിന് വേണ്ടുന്ന ഫുഡാണ്, പ്ലാന്റ്സിന് വേണ്ടുന്ന ആഹാരമാണ്. ഈ പ്ലാന്റിന് വേണ്ടുന്ന ആഹാരം നൈട്രജൻ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് പ്ലാന്റിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ നൈട്രജൻ നൈട്രേറ്റ്സ് ആയി മാറിയെങ്കിൽ മാത്രമേ പ്ലാന്റിന്, ഭൂമിയിലുള്ള സസ്യങ്ങൾക്ക് ഇത് ആഹാരമായി മാറുകയുള്ളൂ. നൈട്രേറ്റ്സ് ആയി മാറണം. ഇതിന് ഭൂമിയിലുള്ള മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എയറിൽ ഉള്ള, അന്തരീക്ഷത്തിലുള്ള ഈ ഗ്യാസ്, ഈ സസ്യത്തിന്റെ ഈ ഫുഡ് സസ്യത്തിന് ലഭിക്കണമെങ്കിൽ ഇത് നൈട്രേറ്റ്സ് ആയി പ്ലാന്റിന് ലഭിക്കണം. അതിന് ഈ ലൈറ്റ്നിങ് ദൈവം തമ്പുരാൻ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് ഈ നൈട്രജനെ നൈട്രേറ്റ്സ് ആയി മാറ്റാനുള്ള ശക്തി ഉണ്ട് എന്നാണ് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഭയാനകമായി തോന്നുന്ന, നമുക്ക് പേടിപ്പെടുത്തുന്നതായി തോന്നുന്ന ഈ ഇടിയും മിന്നലും ഭൂമിയിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്ന പ്ലാന്റ്സിന് വേണ്ടി, സസ്യങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ക്രമീകരിച്ചു വെച്ചേക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിക്ക് വേണ്ടി അതിന്റെ ഓർഡറിൽ തന്നെ ദൈവം തമ്പുരാൻ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. ഓരോ മനുഷ്യനും ഡിപ്പെൻഡ് ചെയ്യത്തക്ക നിലയിൽ, എല്ലാവർക്കും അതിൻ്റെതായ നിലയിലുള്ള ക്രമീകരണം. ചുമ്മാതങ്ങ് സൃഷ്ടിച്ചാണെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ജീവിക്കുകയില്ല. നമ്മൾക്ക് വേണ്ടുന്ന നിലയിൽ കാര്യങ്ങളെ ക്രമീകരിച്ചു വരത്തക്ക നിലയിൽ. ഞാൻ പറഞ്ഞത്, ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജൻ ദൈവം സൃഷ്ടിച്ചു, ഓക്സിജൻ ദൈവം സൃഷ്ടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വാതകങ്ങളും ഒക്കെ സൃഷ്ടിച്ചങ്ങ് മാറ്റി അവിടെ കിടക്കട്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടത്തില്ലായിരുന്നു. സിമ്പിൾ എക്സാമ്പിൾ, കുടിക്കാൻ ജലം കിട്ടത്തില്ലായിരുന്നു. അതിൻ്റെതായ പ്രൊപ്പോർഷനിൽ ദൈവം തമ്പുരാൻ, എന്നാൽ ഈ ഭൂമിയിലെ ജലം മുഴുവൻ ഏതെങ്കിലും കെമിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഈ എല്ലാ ഹൈഡ്രജനും എടുത്ത് ഓക്സിജനും എടുത്ത് കൂട്ടിപ്പിടിപ്പിച്ച് അതിൻ്റെതായ പ്രൊപ്പോർഷനിൽ പിടിപ്പിച്ച് ഭൂമിക്ക് ജലം കൊടുക്കുന്നതാണോ? അല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടി, ഇതിന്റെ ഓർഡർ കാണുമ്പോൾ ഹൈഡ്രജൻ ദൈവം സൃഷ്ടിച്ചു, ഗ്യാസ്, ഈ വാതകങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ട് അങ്ങനെ ഇരിക്കട്ട് കുറെ വാതകം എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു വിടുകയല്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഒരു കാര്യം വ്യക്തമായി ഞാൻ ഓർപ്പിക്കാൻ, ഈ സൃഷ്ടി മാത്രമല്ല, സൃഷ്ടിയുടെ ക്രമീകരണം കാണുമ്പോൾ ഒരൊറ്റ മനുഷ്യനും ദൈവമില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ പറയുന്നവൻ ബുദ്ധിജീവിയല്ല, അവൻ വെറും ഭോഷനാണ്, മൂഢനാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഈ ഡൈവേഴ്സിറ്റി ഇൻ ക്രിയേഷൻ, സൃഷ്ടിയിലുള്ള ഡൈവേഴ്സിറ്റി, വിവിധത്വങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഭൂമിയിലെല്ലാം മനുഷ്യനായിരുന്നെങ്കിലോ, ഭൂമിയിലെല്ലാം ഒരു തരത്തിലുള്ള മൃഗങ്ങളായിരുന്നെങ്കിലോ, ഭൂമിയിലെല്ലാം ഒറ്റ തരത്തിലുള്ള ചെടികൾ, പ്ലാന്റ്സ് മാത്രമായിരുന്നെങ്കിലോ, അങ്ങനെയല്ല. ഭൂമിയിൽ അനുഗ്രഹപ്രദമായി വൈവിധ്യങ്ങളാൽ, ഡൈവേഴ്സിറ്റീസ് ദൈവം തമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് പരസ്പരം ഡിപ്പെൻഡഡ് ആയി, ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം മുഴുവൻ ഭൂമിയിൽ നമ്മെ തന്നെ നോക്കിയാൽ, സ്ക്രിപ്ചർ പഠിച്ചാൽ വളരെ എവിഡൻസസ് നമുക്ക് ദൈവം ഉണ്ട് എന്നുള്ളതിനുണ്ട്. ഭൂമിയിലെ പ്രകൃതിയെ നോക്കിയാൽ വളരെ വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. നമ്മെ തന്നെ നോക്കിയാൽ, നമ്മുടെ ശരീരത്തിന്റെ ഫംഗ്ഷൻ നോക്കിയാൽ ദൈവം തമ്പുരാന്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആകാശത്തെ നോക്കിയാൽ ദൈവം തമ്പുരാന്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഭൂമിയിലെ സൃഷ്ടിയെ നോക്കിയാൽ ദൈവം തമ്പുരാന്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തെ ഓർപ്പിച്ചുണർത്തിയ ആ സന്തോഷത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, ഈ ദൈവമാണ് നമ്മെ സേവിക്കുന്നത്. ഇത്രമാത്രം ക്രമീകരണങ്ങൾ ഭൂമിയിൽ തന്റെ സൃഷ്ടിയിൽ വരുത്തിവെച്ച സർവശക്തനായ ദൈവമാണ് പുഴുക്കളായ കൃമികളാകുന്ന നമ്മെ സ്നേഹിക്കുന്നതെന്ന് ഇന്ന് രാത്രി വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഈ തെളിവുകളൊന്നും അറിഞ്ഞില്ലെങ്കിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ബുദ്ധി കൂടാതെ, ബുദ്ധിയുടെ അറിവ് കൂടാതെ പോലും ദൈവമുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. പോഷന്മാരാക്കി ദൈവം നമ്മെ മാറ്റിയില്ലല്ലോ, മൂഢന്മാരാക്കി ദൈവം നമ്മെ മാറ്റിയില്ലല്ലോ. സർവശക്തനായ ദൈവത്തെ, തേജോമയനായ ദൈവത്തെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഈ ദൈവമാണ് നമ്മോട് കൽപ്പിക്കുന്നത്, ഈ ദൈവമാണ് നമ്മോട് അരുളി ചെയ്യുന്നത്, ഈ ദൈവമാണ് നമ്മെ സ്നേഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവത്തിന്റെ ഈ മാഹാത്മ്യം മനസ്സിലാക്കി നമ്മെ സൃഷ്ടിച്ച ദൈവം അത്ഭുതവും ഭയങ്കരവും അതിശയവുമായി നമ്മെ അവൻ സൃഷ്ടിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഒരു നിമിഷം നിശ്ചയിച്ചാൽ നമ്മളെ ഭ്രാന്തരാക്കാം. സർവശക്തനായ ദൈവം നിശ്ചയിച്ചാൽ നമ്മുടെ ശരീരം തളരും. സർവശക്തനായ ദൈവം നിശ്ചയിച്ചാൽ നാം രോഗികളായി മാറ്റപ്പെടും. സർവശക്തനായ ദൈവം നിശ്ചയിച്ചാൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടും. സർവശക്തനായ ദൈവം നിശ്ചയിച്ചാൽ നമ്മളുടെ കാലുകൾ മുടന്താകും. സർവശക്തനായ ദൈവം നിശ്ചയിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ നിന്ന് നാം മാറിപ്പോകും. കാരണം നമ്മെ സൃഷ്ടിച്ചവൻ അവനാകിയാൽ സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവവൈതലെ, ഒരു നിമിഷം കൂടെ ജീവിക്കാൻ പ്രോപ്പറായിട്ട് നിന്റെ അവയവങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. നീ ഒരു നിമിഷം കൊണ്ട് ഭ്രാന്തനായി മാറുന്നില്ല എങ്കിൽ, ഒരു നിമിഷം കൊണ്ട് നിന്റെ കൈ തളരുന്നില്ല എങ്കിൽ, നിന്റെ കാല് തളരുന്നില്ല എങ്കിൽ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അതെന്റെ ദൈവം നിന്റെ മേൽ ചൊരിയുന്ന കരുണ മാത്രമാണെന്ന് ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കിയ. അത് മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കുമോ? എന്നെ നടത്തുന്ന ദൈവത്തെ, എന്നെ സൃഷ്ടിച്ച ദൈവത്തെ, അതിശയമായി എന്നെ നടത്തുന്ന ദൈവത്തെ, ആ ദൈവം പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഇന്ന് രാത്രി സമർപ്പിക്കുമോ? കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞാൻ എടുക്കുന്ന ആരോഗ്യം, ഞാൻ ക്ലെയിം ചെയ്യുന്ന എന്റെ മിടുക്ക്, ഞാൻ ക്ലെയിം ചെയ്യുന്ന എന്റെ ബുദ്ധി, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് അങ്ങ് എന്നിൽ സൃഷ്ടിച്ച ഒരു ഞരമ്പ് മാറിയാൽ കർത്താവ് ഇതൊക്കെ മാറിപ്പോകുന്നതാണല്ലോ. ഇന്ന് രാത്രി എന്നെ ഇത്ര അത്ഭുതകരമായി അതിശയകരമായി സൃഷ്ടിച്ചതിന് ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അങ്ങ് പറയുന്ന കാര്യങ്ങളെ അനുസരിപ്പാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങ് എന്തെന്നോട് കൽപ്പിക്കുന്നുവോ അങ്ങയുടെ പാതകളിലൂടെ നടക്കുവാൻ, അങ്ങയുടെ വഴികളിലൂടെ നടക്കുവാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കണമേ എന്നൊരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? എല്ലാ ദൈവമക്കളും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് ശാന്തമായി സമർപ്പണത്തിന്റെ ഒരു പ്രാർത്ഥന. കർത്താവെ, അങ്ങനെക്ക് ജീവൻ നൽകി, അത്ഭുതകരമായിട്ട് അങ്ങനെ വഴി നടത്തുന്നു, എനിക്ക് ആരോഗ്യം അങ്ങ് തരുന്നു. എന്നാൽ ഇന്ന് രാത്രി എന്റെ ജീവിതത്തെ എന്റെ സൃഷ്ടിതാവായ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് പറയുന്ന പാതയിലൂടെ പോകുവാൻ, അങ്ങനോട് അരുളി ചെയ്യുന്ന കൽപ്പനകൾ ഞാൻ അനുസരിക്കുവാൻ, അങ്ങനോട് അറിയിക്കുന്ന വഴികളിലൂടെ ഞാൻ പോകുവാൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി അടിയനെ സഹായിക്കണമേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്നൊരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കുക. നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തുവാൻ ഞാൻ പറയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആ ഒരു വലിയ സമർപ്പണത്തോടെ ഇവിടുന്ന് കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള നാളുകൾ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, യേശു തമ്പുരാന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം നയിക്കുവാൻ, സമർപ്പണത്തിന്റെ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ പി കുര്യൻ അവர்கள் മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിയിൽ അങ്ങയുടെ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ വചനത്തെ പഠിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. നീ എത്ര നല്ല ദൈവമെന്ന്, അവിടുന്ന് എത്ര വലിയ ദൈവമെന്ന് ഒരിക്കലൂടെ ഈ രാത്രി അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. പൊടിയിൽ ഞങ്ങളെ ഉരുവാക്കി പൊടിയിൽ ചേരേണ്ട അടിയങ്ങളെ സൃഷ്ടിച്ച ആഴമേറി ഞങ്ങളുടെ കരത്തിനായി സ്തോത്രം. സൃഷ്ടിയുടെ മണിമുകുടമായിരുന്ന ഞങ്ങളെ നിന്റെ തേജസ് ഞങ്ങളെ ധരിപ്പിച്ച നീ നിർത്തിയിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നീ അറിയാതെ ഞങ്ങളുടെ അതരത്തിൽ ഒരു വാക്കുമില്ല. അത്ഭുതകരവും അതിശയകരവുമായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ രാത്രി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ രാത്രി നന്ദിയോടെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ ബലപ്പെടുത്തുമാറാകണമേ. അവിടുത്തെ കർത്താവെ, മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമി തീക്കായി ഒരുക്കിയെങ്കിലും അവിടുത്തെ സൃഷ്ടി എത്ര വലുതെന്നും അവിടുത്തെ സൃഷ്ടിപ്പിന്റെ കരം എത്ര വലുതെന്നോ അറിയുവാൻ ഈ രാത്രി ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. രാത്രി ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കിയിരിക്കുക സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ അനുഭവത്തിലേക്ക്
നിത്യത മുഴുവൻ വസിക്കേണ്ടതിന് ചേർക്കുവാൻ എത്രയും പെട്ടെന്ന് മേഘത്തിൽ വെളിപ്പെടുന്ന അവിടുത്തെ പ്രത്യാശയുടെ അനുഭവങ്ങൾ പിന്നെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവിടുത്തെ വിലപ്പെട്ട ഭൃത്യനെ ഈ രാത്രി നിന്റെ ആത്മാവിൽ ബലപ്പെടുത്തി ആവശ്യമുള്ള ദൂത നൽകിയതിനായി സ്തോത്രം. രാത്രി ഞങ്ങളെ തന്നെ കേൾക്കപ്പെട്ടതായ ആലോചന മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹമാക്കി പിന്നെയും നിന്റെ കരങ്ങളെ ഓർത്ത് സ്തുതിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ താൽക്കാലികമായ അനുഭവങ്ങളെ ഓർത്ത് നിന്റെ സന്നിധിയിലേക്ക് അധികം അടുത്ത് ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടു നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ദൈവകൃപ ധാരാളം പകരണമേ. ഈ രാത്രി നിന്റെ പരിശുദ്ധാത്മാവ് പിന്നെയും ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ അടിയങ്ങളെ പറഞ്ഞയക്കണം. പുത്രൻ മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശിസ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും സംസർഗവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾക്കപ്പെട്ട വചനത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വരുന്ന